നമസ്കാരം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യൂറോപ്യൻ സോഷ്യലിസത്തിന്റെ വക്താവാണ്. 1920 അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. അപ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വാസം യൂറോപ്യൻ സോഷ്യലിസത്തിലായിരുന്നു. 1920കളുടെ അവസാനത്തോടെയാണ് മഹാത്മാഗാന്ധിയുടെ ഇൻഫ്ലുവൻസിൽ നെഹ്റുവിന് ഒരു ഗാന്ധിയൻ ഇമേജ് ലഭിക്കുന്നത്. അപ്പോഴും അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിശ്വാസം ഗാന്ധിസമല്ല, യൂറോപ്യൻ സോഷ്യലിസം ആയിരുന്നു എന്ന് വേണം കരുതുവാൻ. കാരണം 1927 മുതൽ 48 മഹാത്മാഗാന്ധി വധിക്കപ്പെടുന്നിടം വരെ നെഹ്റുവിലെ സോഷ്യലിസ്റ്റ് അത്ര വ്യക്തമായിരുന്നില്ല. നെഹ്റു തന്നെയും സമൂഹവും അദ്ദേഹത്തെ കണ്ടിരുന്നത് ഗാന്ധിയനായിട്ടായിരുന്നു. ആ കാലയളവിൽ ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടായിരുന്നില്ല. എന്നാൽ 48 മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം നാം കാണുന്ന നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് ആണ്, പ്യുവർ സോഷ്യലിസ്റ്റ്. കോൺഗ്രസ് പാർട്ടിയെ തന്നെ ഗാന്ധിസത്തിൽ നിന്നും സോഷ്യലിസത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. നെഹ്റുവിയൻ സോഷ്യലിസം കൊണ്ട് രാജ്യത്തിന് ഗുണത്തിനേക്കാളേറെ ദോഷമാണ് ഉണ്ടായിട്ടുള്ളത്. സോഷ്യലിസ്റ്റായ നെഹ്റു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെതിരായിരുന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെതിരായിരുന്നു. പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രിയലൈസേഷൻ, പൊതുമേഖലയിൽ വ്യവസായങ്ങൾ തുടങ്ങുക, അതായിരുന്നു നെഹ്റുവിന്റെ ഫോക്കസ്. പ്രൈവറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കാതിരുന്നത് കൊണ്ട് ആ മേഖലയിൽ ഉണ്ടാകുമായിരുന്ന ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതായി. അതേസമയം നെഹ്റു ഫോക്കസ് ചെയ്ത പൊതുമേഖലാ വ്യവസായങ്ങളെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത മൂലവും ഭരണമില്ലായ്മയും കാരണം നഷ്ടത്തിലാവുകയും ചെയ്തു. 90കളിൽ നരസിംഹറാവു മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇന്ത്യൻ എക്കോണമിയെ ലിബറലൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നഷ്ടത്തിലോടുന്ന കുറെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഭാരതത്തിലെ വ്യവസായം 90കൾക്ക് മുമ്പ്. അതല്ലേ സത്യം? തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ലോകത്തിൽ മത്സരിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് പോലും നമുക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചിരുന്നില്ല. വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവന് യാതൊരു ഇൻസെന്റീവും ഗവൺമെന്റ് കൊടുത്തിരുന്നില്ല. ഇതൊക്കെയല്ലായിരുന്നു നമ്മുടെ സ്ഥിതി. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നഷ്ടം കൂട്ടിക്കൊണ്ടേയിരുന്നു. ഒരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലും നിയമത്തിന്റെ ഊരാക്കുടുക്കിലിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. കാലം മാറുന്നതിനനുസരിച്ച് പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ പോലും ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനും സാധിച്ചിട്ടില്ല. പട്ടേലിന്റെ എതിർപ്പിനെ മറികടന്ന് 1948 ഏപ്രിലാണ് റെയിൽവേ, ഡിഫൻസ്, അറ്റോമിക് എനർജി, സ്റ്റീൽ, കോൾ, ഷിപ്പ് ബിൽഡിംഗ്, പെട്രോളിയം, കമ്മ്യൂണിക്കേഷൻ തുടങ്ങി ധാരാളം സെക്ടറുകളിൽ ഗവൺമെന്റ് കൺട്രോളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ സോഷ്യലിസം പറഞ്ഞു നാടിന്റെ നടു ഒടിച്ചിട്ട് 1954 എക്കണോമിക് ഗ്രോത്തിനാണെന്ന് പറഞ്ഞ് ഈ സോഷ്യലിസ്റ്റ് സമൂഹ വ്യവസ്ഥിതി നെഹ്റു പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തു. അത് മാത്രമല്ല 1955 ആവടിയിൽ നടന്ന കോൺഗ്രസ് സെഷനിൽ സോഷ്യലിസം കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നയമാക്കി പാസ്സാക്കിയെടുത്തു. ഇന്ന് നമ്മൾ കാണുന്ന കോൺഗ്രസ് പാർട്ടി ഗാന്ധിയൻ കോൺഗ്രസ് പാർട്ടിയല്ല, അത് നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആണ്. അവർ യഥാർത്ഥത്തിൽ ഗാന്ധിസം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നെഹ്റുവിന്റെ പീരീഡിൽ ടാറ്റയും ബിർളയും അടക്കം പല പ്രൈവറ്റ് കമ്പനീസിനും ഭാരതത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വിലക്കുകൾ ഉണ്ടായിരുന്നു. അവരിൽ പലരും വിദേശത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്തു. നെഹ്റുവിന്റെ സങ്കല്പത്തിലെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നത് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു. അതാണ് എക്കണോമിക് പ്രോസ്പെരിറ്റിയിലേക്കുള്ള വഴി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് നെഹ്റു പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്തു, അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. പക്ഷേ ഉണ്ടാക്കിയെടുത്ത പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസിനെ ഒക്കെ കൊണ്ടു നടക്കുവാൻ, പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുവാൻ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല. അത് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ നെഹ്റു യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല. പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസിന്റെ തലപ്പത്തൊക്കെ IAS നിയമിക്കപ്പെട്ടു. അവരതിനെയൊക്കെ ഒരു സാധാരണ ഗവൺമെന്റ് ഓഫീസ് എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. മിക്ക ഇൻഡസ്ട്രീസും ഓവർ സ്റ്റാഫ്ഡ് ആയിരുന്നു. ബന്ധുവും ബന്ധുവിന്റെ ബന്ധുവും അടക്കം സകലമാന മനുഷ്യരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായി. പലരും അഴിമതിക്കാരും ഇൻഡസ്ട്രിയെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തവരുമായിരുന്നു. 47 മുതൽ 90കൾ വരെ 45 കൊല്ലം നെഹ്റുവിയൻ സോഷ്യലിസം പറഞ്ഞ് നമ്മൾ നഷ്ടപ്പെടുത്തി. 90ന് മുമ്പ് അംബാസഡർ കാർ അല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗ്യാസ് കണക്ഷനും ഫോൺ കണക്ഷനും വരെ കിട്ടണമെങ്കിൽ 2 കൊല്ലം കാത്തിരിക്കണമായിരുന്നു. ഇനിയെങ്കിലും നമ്മൾ ഈ സോഷ്യലിസം പറയുന്നത് നിർത്തുക. കഴിയുമെങ്കിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്നും അത് എടുത്തു മാറ്റുക. അത്രയെങ്കിലും ചെയ്യുക. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.